എഴുത്തുകാരിയും ആക്ടിവിസ്റ്റും മോദി സർക്കാരിന്റെ നിരന്തര വിമർശകയുമായ അരുന്ധതി റോയ്ക്കെതിരെ UAPA വകുപ്പ് ചുമത്തി വിചാരണ നടത്താൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന. കശ്മീർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഇന്റർനാഷണൽ ലോ വിഭാഗത്തിലെ മുൻ പ്രൊഫസറായ ഷെയ്ഖ് ഷൗക്കത്ത് ഹുസൈനെയും വിചാരണ നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട്. ആഗോളതലത്തിലടക്കം പ്രശസ്തയായ എഴുത്തുകാരിയും ബുക്കർ സമ്മാന ജേതാവും സമകാലീന ഇന്ത്യയിലെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകയുമൊക്കെയായ അരുന്ധതി റോയ്ക്ക് നേരെ എന്തിനാണ് UAPA കരിനിയമം ചുമത്താനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്? രാഷ്ട്രീയ തടവുകാരുടെ മോചനം ആവശ്യപ്പെട്ട് രൂപീകരിക്കപ്പെട്ട CRPP എന്ന സംഘടന 2010 ഒക്ടോബർ 10 ന്യൂഡൽഹിയിലെ LTG ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ആസാദി ദി ഓൺലി വേ എന്ന സമ്മേളനത്തിൽ അരുന്ധതി റോയ് അടക്കമുള്ളവർ നടത്തിയ പ്രസംഗങ്ങളെ തുടർന്നാണ് നടപടിയെടുക്കാനുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. 2010 നവംബറിൽ തന്നെ കാശ്മീരുകാരനായ സുശീൽ പണ്ഡിറ്റ് എന്ന വ്യക്തി ന്യൂഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ അരുന്ധതി റോയ് അടക്കമുള്ളവർ പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്ന പരാതി നൽകിയതിനെ തുടർന്ന് കോടതി ഇവർക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിടുകയായിരുന്നു. വിദ്വേഷ പരാമർശത്തെ തുടർന്ന് എടുക്കുന്ന കേസുകളിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമുള്ള നടപടികൾ കൈക്കൊള്ളാൻ സർക്കാർ അനുമതി ആവശ്യമായതിനെ തുടർന്ന് ഡൽഹി പോലീസ് 2023 ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറെ സമീപിച്ചിരുന്നു. അന്ന് CRPC 196, IPC 153A, 153B, 505 എന്നീ സെക്ഷനുകൾ പ്രകാരം നടപടിയെടുക്കാൻ അനുമതി നൽകുകയായിരുന്നു. അന്തരിച്ച ഹുറിയത്ത് കോൺഫറൻസ് നേതാവ് സയ്യിദ് അലീഷ ഗീലാനി, ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർ SAR ഗീലാനി, ആക്ടിവിസ്റ്റ് വരവര റാവു എന്നിവരടക്കം പങ്കെടുത്ത സമ്മേളനത്തിൽ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ലെന്നും സായുധ സേനാ നീക്കങ്ങളിലൂടെ ഇന്ത്യ കശ്മീരിനെ കൈയടക്കിയതാണെന്നുമുള്ള പരാമർശങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായെന്നും ഇത് വിഘടനപരമായ വാദങ്ങളാണെന്നുമായിരുന്നു ഇവർക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണം. മോദി സർക്കാർ അധികാരമേറിയതിനു ശേഷം നിരവധി തവണ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള അരുന്ധതി റോയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള UAPA ചുമത്തിയുള്ള വിചാരണ നടപടി പകപോക്കലാണെന്നുള്ള ആരോപണം നിരവധി പേർ ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് കാശ്മീർ എങ്കിൽ പോലും ഇന്ത്യൻ യൂണിയനിലേക്കുള്ള കാശ്മീരിന്റെ കൂടിച്ചേരലുമായി ബന്ധപ്പെട്ട ചരിത്രത്തെ മുൻനിർത്തി പരിശോധിക്കുകയാണെങ്കിൽ അന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വയം നിർണയാവകാശമുള്ളൊരു സംസ്ഥാനമായി നിലനിൽക്കാമെന്ന കരാറിനെ തുടർന്ന് ഇന്ത്യയുടെ ഭാഗമാക്കപ്പെട്ടിട്ടുള്ള കശ്മീരിന് മേൽ പിന്നീട് സായുധ സേനകളെ അടക്കം ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള അധികാര പ്രയോഗങ്ങൾ പരിശോധിച്ചാൽ അരുന്ധതി റോയിയുടെ വാക്കുകളിൽ യാഥാർത്ഥ്യമുണ്ടെന്നുള്ള നിരീക്ഷണം ഉന്നയിക്കുന്നവരുമുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ എക്കാലവും ചർച്ചകൾ ഉണ്ടായിട്ടുള്ള കാശ്മീരിനെ കുറിച്ച് പ്രസ്താവന നടത്തുന്ന ആദ്യ വ്യക്തിയല്ല അരുന്ധതി റോയ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ എതിർശബ്ദമുയർത്തുന്ന ചിന്താശേഷിയുള്ള ബോധമണ്ഡലങ്ങളെ ഇല്ലാതാക്കാനുള്ള ഭരണകൂട നടപടിയായി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ നടപടി കാണേണ്ടതുണ്ടെന്ന വിമർശനവും പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്.